ഹലോ, വെരി ഗുഡ് മോർണിംഗ്. അപ്പം നെക്സ്റ്റ് ഡേ ഓഫ് മെഡിറ്റേഷൻ. നിങ്ങളെ വികാരങ്ങള് നിങ്ങൾ നിയന്ത്രിക്കരുത്. സി, ഞാനിവിടെ പറഞ്ഞു പോരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാല്, നമുക്ക് ശരിക്കും ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നെഗറ്റീവ് ആയിട്ടുള്ള വികാരങ്ങൾ നമ്മളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. നെഗറ്റീവ് മീൻസ് ദേഷ്യം, വാശി, മറ്റൊരാളുള്ള പക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ ഇമോഷൻസും നമ്മളെ തന്നെ എന്ത് ചെയ്യാണ്, ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ശരിക്കും ആ ഒരു സിറ്റുവേഷനോടല്ല നമ്മൾ ശരിക്കും റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ നമുക്ക് വന്ന ആ ഒരു ഇമോഷൻ, ആ ഒരു ഫീലിംഗ്, അതിനോടാണ് ശരിക്കും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന ഈ ഒരു ചെറിയൊരു പാർട്ട്, മൈൻഡ് പവർ ബേസ്ഡ് ആയിട്ടുള്ള ഈ ചെറിയൊരു പാർട്ട് എന്ന് ഡിറ്റാച്ച്മെന്റ് ആണ്. അതായത് അറ്റാച്ച്മെന്റ്, ഇമോഷനുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്ന് മാറി ഒരു ഡിറ്റാച്ച്മെന്റിലേക്ക് എത്തുന്ന ഒരു പോയിന്റ് ആണിത്. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് എന്താ കിട്ടുക എന്ന് വെച്ചാല്, ശരിക്കും നിങ്ങളൊരു ഇമോഷൻ അല്ല, നിങ്ങളൊരു ഒബ്സർവർ ആണെന്നുള്ളൊരു റിയാലിറ്റി നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇപ്പം ഒരുപാട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു. അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട ഒരു സംഭവമാണ് ഇമോഷണൽ മാസ്റ്ററി എന്നുള്ളത്. എന്താണ് സംഭവം, എന്താണ് ഇമോഷൻസ്, എന്തൊക്കെയാണ് നമുക്ക് അതിൽ വരുന്ന ബെനിഫിറ്റ്സ്, എന്തൊക്കെയാണ് നമുക്ക് വരുന്ന ബാഡ് ആയിട്ടുള്ള എഫക്ട്സ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, റിയലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ശരിക്കും നമ്മൾ ഈ ഇമോഷനായിട്ട് വല്ലാതെ അറ്റാച്ച്ഡ് ആവുന്ന സമയത്താണ് ഇത്രത്തോളം സിവിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അല്ലെ? നമ്മൾ എന്താ പറയാ, എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജിലാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ എപ്പോഴാണോ ഇത് അഡ്രസ് ചെയ്ത് കഴിയുന്നത്, ആ ഒരു സമയം മുതലാണ് ഇതിന്റെ എഫക്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നത്. സോ നിങ്ങൾ എന്തല്ല, ഒരു ഇമോഷൻ അല്ല, നിങ്ങൾ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ്, ആ ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്തൊരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ഒബ്സർവർ. ദാറ്റ്സ് ഇനഫ് ഫോർ ദാറ്റ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളും നിങ്ങളെ ഇമോഷനും തമ്മിൽ ഡിസ്റ്റൻസ് വേണോ വേണ്ടയോ, എത്ര വേണം എത്ര വേണ്ട എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും എന്നുള്ളതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, പതിയെ മെഡിറ്റേഷനിലേക്ക് പോകാം. സ്ലോലി നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കാം. ഇടത് കൈക്ക് മുകളിൽ വലത് കൈ വെച്ചിട്ട് തംസ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. പതിയെ take a deep breath in, hold on, and breathe out. Take a deep breath in, hold on, and breathe out. Again, take a deep breath in, hold on, and breathe out. ഇനി നിങ്ങളെ ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആവാൻ വേണ്ടി അനുവദിക്കാം. ഷോൾഡേഴ്സ്, everything gets relaxed. നിങ്ങളിപ്പോ ഒന്നിനെയും കൺട്രോൾ ചെയ്യണ്ട, നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഇരുന്നാൽ മാത്രം മതി. പതിയെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാം. ആ ഒരു പ്രോസസ് നിങ്ങൾ വല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു കാംനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും നിങ്ങളുടെ ഇമോഷൻസ് കംപ്ലീറ്റ്ലി പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പതിയെ
നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഇമോഷൻസിലേക്ക് കൊണ്ടുവരാം. നിങ്ങളോട് തന്നെ ചോദിക്കാം, എനിക്ക് എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? സ്ട്രെസ് ആണോ? സാഡ്നെസ് ആണോ? ടെൻഷൻ ആണോ? റെസ്റ്റ്ലെസ്നെസ് ആണോ? എന്തെന്നാണെങ്കിലും ജസ്റ്റ് അതൊന്ന് നോട്ടീസ് ചെയ്യാം. ഡോണ്ട് ജഡ്ജ് ഇറ്റ്, ജസ്റ്റ് നോട്ടീസ് ഇറ്റ് ആൻഡ് ഡോണ്ട് പുഷ് അവേ ഇറ്റ്. എന്താണോ ഇമോഷൻ അത് പറയുന്നതിന് പകരം ഞാൻ അതിനെ നോട്ടീസ് ചെയ്തു എന്ന് പറയാം. എക്സാമ്പിൾ, ഐ എം സ്ട്രെസ്ഡ് എന്ന് പറയുന്നതിന് പകരം ഐ എം നോട്ടീസിങ് സ്ട്രെസ്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. നിങ്ങൾ എന്തല്ല, ഇമോഷൻ അല്ല, നിങ്ങൾ ജസ്റ്റ് ഒരു ഒബ്സർവർ ആണ്. ഈ ഒരു ഇമോഷനെ ഒരു ക്ലൗഡ് ആയിട്ട് കാണും. ഒരു സ്കൈയിലുള്ള ക്ലൗഡ് ആയിട്ട് കാണും. ആൻഡ് നിങ്ങളെ ആ ഒരു സ്കൈ ആയിട്ട് കാണും. ആകാശത്ത് മേഘങ്ങൾ വന്നു പോകുന്ന പോലെ നിങ്ങളെ ഇമോഷൻസ് നിങ്ങളിലൂടെ വന്നു പോകുന്നു. യു ഫീൽ കാം ആൻഡ് ഓപ്പൺ. ആകാശം പോലെ നിങ്ങൾ വളരെ കാമായിട്ടുള്ള ഒരു സ്പേസ് ആണ്. ആ ഒരു ഇമോഷൻ എന്ത് തന്നെ ആണെങ്കിലും അത് അവിടെ തന്നെ നിന്നോട്ടെ. അതിനെ റെസിസ്റ്റ് ചെയ്യാനോ അറ്റാച്ച് ചെയ്യാനോ ഒന്നും പോകണ്ട. ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ഓരോ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്തും നിങ്ങളും ഇമോഷനും തമ്മിലുള്ള സ്പേസ് കൂടി വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. ഇപ്പൊ നിങ്ങൾ ഭയങ്കര ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി എൻ്റെ വാക്കുകളിലേക്ക് മാത്രം ശ്രദ്ധിക്കാം. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള സമയമാണ്. ഐ എം നോട്ട് മൈ ഇമോഷൻസ്. ഞാൻ എൻ്റെ വികാരങ്ങളല്ല. ഐ ഒബ്സർവ് മൈ ഫീലിങ്സ് വിത്ത് അവയർനെസ്. ഞാൻ വളരെയധികം ശ്രദ്ധയോടെ എൻ്റെ ഫീലിങ്സിനെ നിരീക്ഷിക്കുന്നു. മൈ ഇമോഷൻസ് കം ആൻഡ് ഗോ. എൻ്റെ വികാരങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഐ റിമെയിൻ കാം ആൻഡ് സ്റ്റഡി. ഞാൻ വളരെ സമാധാനപരമായിട്ട് ഇരിക്കുന്നു. ഐ ചൂസ് പീസ് ഓവർ റിയാക്ഷൻ. പ്രതികരിക്കുന്നതിന് പകരം ഞാൻ പീസ് ചൂസ് ചെയ്യുന്നു. ഐ എം ഇൻ കൺട്രോൾ ഓഫ് മൈ ഇന്നർ സ്റ്റേറ്റ്. ഞാൻ എൻ്റെ യഥാർത്ഥമായ സോളുമായിട്ട്, ആ സോളാണ് എന്നെ ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. ഈ വേർഡ്സിലുള്ള ആ ഒരു കാംനെസ്സും ക്ലാരിറ്റിയും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾക്ക് വരുന്ന ഇമോഷൻസ് ടെമ്പററി ആണ്, പക്ഷെ നിങ്ങൾ അവയർനെസ് കോൺസ്റ്റന്റ് ആണ്. പതിയെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഈ ഒരു കാംനെസ് നിങ്ങളോടൊപ്പം, കാം അവയർനെസ് നിങ്ങളോടൊപ്പം കൊണ്ടുവരാം.
And take a deep breath in. Hold down. And breathe out. പതിയെ കണ്ണുകൾ തുറക്കുക. Yeah, come back. So that's all for today. And hope you all are doing well. And എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്, റിപ്ലൈ തരാം. ആൻഡ് ഓൾസോ ഇതിന് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് see you tomorrow.